നിങ്ങൾ നോർമലി ഫീഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഏത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും? ഹൊറിസോണ്ടൽ EM സിഗ്നൽ എങ്ങനെ സോറി ഈ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്? വെർട്ടിക്കലി ആയിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡോ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയായിരിക്കും. ഹൊറിസോണ്ടലി ആയിരിക്കും അത് ചേഞ്ച് ചെയ്തിരിക്കുക. ഈ ഇലക്ട്രിക് ഫീൽഡ് വെർട്ടിക്കലി ആണ് ഇതിൽ കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടലി ആണ്. എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ സിഗ്നൽ അതായത് ഈ മോഡ് വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കറിയാം വേവ് ഗൈഡിൽ സിഗ്നൽ EM സിഗ്നൽ ട്രാൻസ്മിറ്റ് ഈ പ്ലെയിനിലോ അല്ലെങ്കിൽ എസ് പ്ലെയിനിലായിക്കോട്ടെ അതിന് അപ്പോഴും എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്? ഈ രണ്ട് പ്രോപ്പർട്ടി അവിടെ ഉണ്ട്. മനസ്സിലല്ലേ? ആ രണ്ട് പ്രോപ്പർട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പവറിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അല്ലാതെ ഈ മാത്രമേ വരുള്ളൂ. ഈ എച്ചുകൾ കയറാൻ വേണമെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഓക്കെ, രണ്ടും ഉണ്ട് അവിടെ. യെസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ രണ്ട് പ്രോപ്പർട്ടികൾ? ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ എക്സ്ട്രാ ടാപ്പിംഗ് ഓർ സൈഡ് ആർക്ക് പാരലൽ ആണ്, ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? എച്ചിന് പെർപെൻഡിക്കുലർ ആണ്. എങ്ങനെ? അതായത് നോർമൽ പവർ ഫ്ലോ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈ പറഞ്ഞ വെർട്ടിക്കൽ മൂവ്മെന്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടുത്തെ സൈഡ് എങ്ങനെ വന്നിരിക്കുന്നത്? ആർക്ക് പാരലായിട്ട് വന്നിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏത് കപ്ലിംഗ് ഇയാളിലേക്ക് നടക്കുകയുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് കപ്ലിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു നോർമൽ ഇലക്ട്രിക് ഫീൽഡ് കപ്ലിംഗിൽ ഇവിടെ മെയിൻ കോഡ് ആർക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുക, P2 ലേക്കായിരിക്കും സിഗ്നൽ പോവുക. ഓക്കെ, നമ്മുടെ മെയിൻ ഡിവൈസ് ഇതല്ല. ഞാൻ ഇതിന്റെ ആദ്യം വെക്കാൻ ഈ ഇവിടുത്തെ ഡിവൈസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ടി എന്ന് അറിയപ്പെടും. ഇത് ആർക്ക് വേണ്ടിയാണ്? ഈ പറഞ്ഞ സൈഡ് ആമിലേക്ക് പവർ കപ്പിൾ ചെയ്യുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക? എച്ച് സിഗ്നലിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക. മീൻസ് എച്ച് പ്ലെയിനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തെന്ന് പേര് കൊടുക്കാൻ പേര് കൊടുക്കാൻ എന്താണ് പ്രോപ്പർട്ടിക്ക് അതല്ല ശരിക്കും പേര് കൊടുക്കേണ്ടത്. എച്ച് പ്ലെയിൻ ടി എച്ച് പ്ലെയിൻ. ഓക്കെ, മതിയായില്ലേ? ഇതെല്ലാം പറയണോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി അടുത്തയാണ്. ഇവിടെയും നിങ്ങൾക്ക് എന്ത് കാണാം? ഇങ്ങനെ കണക്ട് ചെയ്താൽ, ഇങ്ങനെ സെക്ഷൻ ചെയ്താൽ അസിമെട്രിയാണ്. ഇങ്ങനെ ചെയ്താലോ സിമെട്രിയാണ്. പക്ഷേ ഇവിടെ അപ്പോഴും ആര് തന്നെയുണ്ട്? സെയിം കൊളീനിയർ ആംസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ സെക്ഷൻ നടത്തുമ്പോൾ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യപ്പോൾ തന്നെയാണ് അയാൾ നിൽക്കുന്നത് അല്ലേ? ആണോ? കൊളീനിയർ ആംസ് എങ്ങനെയാണ് നിൽക്കുന്നത്? സെയിം വേവ് ഗൈഡ് പൊസിഷൻ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ വ്യത്യാസം വന്നു അല്ലേ? ഈ ടിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ഡിഫറൻസ് എന്താ? ഡിഫറൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ സൈഡ് ആം കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്ക്? വേവ് ഗൈഡിന്റെ ബ്രോഡ് സൈഡിലേക്കാണോ? ആണോ? അത് നാരോയിലേക്കാണോ? നാരോ സൈഡിലേക്കാണോ? ബ്രോഡ് സൈഡിലേക്കാണ്. അതുകൊണ്ട് ആർക്ക് പാരലായിരിക്കും ഇപ്പോഴത്തെ കപ്ലിംഗ് നടക്കാൻ പോകുന്നത്? ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് കപ്പിളാൻ പോകുന്നത് അല്ലേ? ആർക്കും മനസ്സിലാക്കാത്ത ചെറിയൊരു കാര്യം കേട്ടോ. ഇല്ലേ? എന്താണ് ഇലക്ട്രിക് ഫീൽഡായിരിക്കും കപ്ലിംഗ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ടി എന്ന് അറിയപ്പെടും. ഈ പ്ലെയിൻ എന്നറിയും. ഓക്കെ, ഈ ടീസ് നിങ്ങൾക്കറിയാം പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നതാണ്. എന്താണ്? നിങ്ങളുടെ വേവ് ഗൈഡ് പവർ ട്രാൻസ്മിഷനിൽ ഈ പറഞ്ഞ ഇവയ്ക്ക് ഈ പറഞ്ഞ സൈഡ് ആ പോർട്ടിലേക്കുള്ള ആ പറഞ്ഞ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ കൂടെയല്ല ആ പവർ ഫ്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? പവർ ഡയറക്ഷൻ ആര് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഈ പാസീവ് ഡിവൈസിന് പറ്റും. ഓക്കെ, അവിടെയാണ് ആരെ യൂസ് ചെയ്യുന്നത്? എച്ച് പ്ലെയിൻ ഓർ ഈ പ്ലെയിൻ ചെയ്ത്. നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരല്ല. ഇതിലേക്ക് നോക്കാം, മറ്റൊരു പാസീവ് ഡിവൈസ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ സിമെട്രി നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ഇങ്ങനെ മുറിച്ചു, എന്നാൽ ഇങ്ങനെ മുറിച്ചാലോ സിമെട്രി ഉണ്ട്.
അപ്പോൾ ഇവിടെ കൊലീനിയർ ആയിട്ട് വരാൻ പറ്റുന്ന ആരെയാ കാണാൻ പറ്റുന്നത്? ഇയാളെയും ഇയാളെയുമാണ്. ഈ ആര് തന്നെയാ? പണ്ട് കണ്ട P1, ആരൊക്കെ തന്നെയാ? P1, P2. ആരൊക്കെ തന്നെയാ? ആരൊക്കെ തന്നെയാ? അല്ലേ? സെയിം കൊലീനിയർ പോർട്സ് തന്നെയാണ്. അങ്ങനെയല്ലേ? നോക്കിയേ. അല്ലേ? ഈ മൂന്ന് പാത്തിലും മെയിൻ വേവ് ഗൈഡ് സ്ട്രക്ചർ സെയിം തന്നെയാണ്. അല്ലേ? എന്നാൽ ഫസ്റ്റ് വണ്ണിൽ എസ് പ്ലെയിൻ ആണ്, സെക്കൻഡ് വണ്ണിൽ ഇ പ്ലെയിൻ ആണ്, എന്നാൽ തേർഡ് വണ്ണിൽ സൈഡ് ആംസ് ഇയിലുണ്ട് എച്ചിലുണ്ട്. ഓക്കെ, ഇയാളാണ് എന്ത് താരം. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരാൾ എച്ച് പ്ലെയിനെയാണ് ടാപ്പ് ചെയ്യുന്നത്, മറ്റേയാളോ ഇ പ്ലെയിനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി ടാപ്പിംഗ് നോർമലി നടക്കും, പക്ഷേ ഇവിടെ ചില പ്രത്യേകതകൾ നടക്കും. എന്താണ് ആ പ്രത്യേകതകളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും? എന്താണ് പ്രത്യേകത നോക്കാം. എന്തായിരിക്കും പ്രത്യേകത? ഇതിന്റെ കൊലീനിയർ ആംസ് ഏതൊക്കെയാ? P1, P2 and P2. Then രണ്ട് അഡീഷണൽ സൈഡ് ആംസ് ഏതൊക്കെയാ? ഒന്ന് ഇലക്ട്രിക് ഫീൽഡിലുള്ളതും ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിലുള്ളതും. ഓക്കെ, അതുകൊണ്ട് എന്ത് പേര് കൊടുക്കാം? ഇലക്ട്രിക് ഫീൽഡിലുള്ളതിന് P4 എന്നും മാഗ്നറ്റിക് ഫീൽഡിലുള്ളതിന് P3 എന്നും കൊടുക്കും. അതുപോലെ എച്ച് പ്ലെയിന് P3 ഉം ഇ പ്ലെയിന് P4 കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു പവർ സിഗ്നൽ, നിങ്ങൾ ഒരു മൈക്രോ സിഗ്നൽ അപ്ലൈ ചെയ്താൽ അവിടുത്തെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടുത്തെ വലിയ ഒരു ചേഞ്ച് വരുന്നത്. എന്തായിരിക്കും? അസ്യൂം ചെയ്യുക P4 അതായിരിക്കും. P4 ആരായിരിക്കും? ഇ പ്ലെയിൻ സൈഡാണ്. ഇ പ്ലെയിൻ സൈഡാവിലേക്ക് നിങ്ങളുടെ കൊലീനിയർ ആംസിലേക്ക് ഒരു ഇൻപുട്ട് ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ്. ഈ പ്ലെയിനിൽ നിങ്ങൾ ഒരു പവർ ഫീഡ് ചെയ്തു, പവർ ഫീഡ് ചെയ്തു. എന്നാൽ ഈ സമയത്ത് P1 P2 വരുന്ന പവർ P1 P2 എവിടെ ഫീഡ് ചെയ്യാൻ പോകുന്നത്? ഈ പ്ലെയിനിലാണ്. ഈ P1 ലും P2 ലും വരാവുന്ന പവർ എന്തായിരിക്കും? ഈ കൊടുത്ത പവറിന്റെ നേരെ ഹാഫ് വാല്യൂ -3 dB വാല്യൂ. -3 dB വാല്യൂ. -3 dB എന്ന് പറയുന്നത് ആക്ച്വലി ഹാഫ് പവർ പോയിന്റ്. ഓക്കേ, ഹാഫ് പവർ വാല്യൂ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. P1 ലും P2 ലും വരാൻ പോകുന്നത്. ഇനി അതുകൊണ്ട് തീർന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുക? P4 ൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ പ്ലെയിനിൽ ഒരു പവർ സിഗ്നൽ കൊടുക്കുമ്പോൾ ഇത്രയും മൈക്രോവേവ് സിഗ്നൽ എന്തൊക്കെയുണ്ട് മൈക്രോ സിഗ്നൽ എന്തൊക്കെയുണ്ട്? അതിന്റെ ഫ്രീക്വൻസി ഉണ്ട്, ഫേസ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ ചേഞ്ച് ചെയ്യും. എന്താ സംഭവിക്കാൻ പോകുന്നത്? P1 ൽ വരുന്ന മൈക്രോ സിഗ്നലിന്റെ ഫേസിന്റെ നേരെ 180 ഡിഗ്രി ഫേസ് ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. P2 ൽ വരാൻ പോകുന്നത്. ഇത് ഒരു വലിയൊരു സംഭവമാണ്. നോക്കുക, രണ്ട് കൊലീനിയറായിട്ട് ഒരുപാട് നിൽക്കുന്ന സാധനം, പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഔട്ട് ഓഫ് ഫേസ്. അവിടെ ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നതല്ല ബേസ് ചെയ്യാൻ അല്ലേ? അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നായിരുന്നു. വേണോ? വേണ്ട. എന്താണ് ആ ഫീൽഡ് പ്രിൻസിപ്പിളിൽ അത് അങ്ങനെ വരികയും. ആ കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഫേസ് സ്പ്ലിറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്ലെയിൻ നിന്ന് ഇൻപുട്ട് എടുത്ത് എന്തായിട്ട് വരും? ഫേസ് സ്പ്ലിറ്റ് ചെയ്യും. എത്രയിലേക്കാ? 180. ഒന്ന് സേഫ് ഫേസ് ആയിരിക്കും, മറ്റേത് ഔട്ട് ഓഫ് ഫേസ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ രണ്ട് സെയിം ഈക്വൽ പവർ ഈക്വൽ ഫേസ് P1 ലും P2 ലും അങ്ങോട്ട് കൊടുക്കും. എവിടേക്കാ? ഇവിടുന്ന് കൊടുക്കുന്നു, ഇവിടുന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ P4 ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഔട്ട് ഓഫ് ഫേസ്. P4 ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഔട്ട് ഓഫ് ഫേസ്. അതായത് തിരിച്ചു കൊടുത്തപ്പോൾ ഡിവൈഡ് ചെയ്തു. രണ്ട് സെയിം ഈക്വൽ പവർ ആൻഡ് ഈക്വൽ ഫേസ് P1 P2 ലും കൊടുക്കും. അങ്ങനെയാണെങ്കിലോ ഇങ്ങോട്ട് കപ്ലിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ പിന്നെ പറയാം. അപ്പൊ നമ്മൾ P4 ലേക്ക് പറഞ്ഞോണ്ടിരിക്കും. എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? സെയിം ഫേസ് കൊടുക്കുന്നത് ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി ഔട്ട് ഓഫ് ഫേസ് കൊടുക്കണമെങ്കിലോ? അതുകൊണ്ട് ഈ പോർട്ടിന് നമുക്ക് എന്തെന്ന് പേര് വിളിക്കാം? ഇൻവെർട്ടിംഗ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഇൻവെർട്ടിംഗ് നോർമൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നിങ്ങൾ പെർഫോം ചെയ്യാൻ അതിന് പേര് കൊടുക്കുന്നത്. ആക്ച്വലി അത് എന്തായിരിക്കും? ഇൻവെർട്ടിംഗ് എന്ന കൺസെപ്റ്റ് എന്തായിരിക്കും? മറ്റ് ഇൻപുട്ടിനേക്കാൾ ഇൻവെർട്ട് ചെയ്താണ്. മീൻസ് എന്താണ്? ഡിഫറൻസ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് പേര് കൊടുക്കാം? ഡിഫറൻസ് പോർട്ട് ഫോർ P1 and P2 കൊലീനിയർ പോർട്ട്സ് ഡിഫറൻസ് പോർട്ട് ആണ് ആര്? P4. ഇനി അടുത്ത കേസ് നമ്മൾ
ഇൻപുട്ട് പോർട്ട് മാറ്റി എവിടേക്കാക്കി? എക്സ്പ്ലെയിൻ പോർട്ടിലേക്ക്. എക്സ്പ്ലെയിൻ പോർട്ട്. ഈ എക്സ്പ്ലെയിൻ പോർട്ട് നോർമലി ഷണ്ട് പോർട്ട് എന്നാണ് അറിയപ്പെടുക. മാഗ്നറ്റിക്കിനെ റെഫർ ചെയ്തിട്ടാണ് പോർട്ടിനെ പറയുക. ഷണ്ട് എന്തായിരിക്കും? അതിന്റെ പേര് ഷണ്ട്. എന്നാൽ ഈ പ്ലെയിൻ പോർട്ടോ സീരീസ് ആണ്. അതിനോടൊപ്പം മാഗ്നറ്റിക് പിന്നെ സെന്റർ. ഓക്കെ, ഷണ്ടാണ്, സീരീസ് ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എക്സ്പ്ലെയിൻ പോർട്ട് അതിന്റെ പേര് നമ്മൾ കൊടുക്കുന്നത്, നമ്പർ കൊടുക്കുന്നത് P3 നിങ്ങൾ ഒരു ഇൻപുട്ട് സിഗ്നൽ പവർ കൊടുക്കുന്നു. ദെൻ കൊളീനിയർ ആംസിനെ നമുക്ക് നോക്കാം. നമുക്ക് എക്സ്പ്ലെയിൻ ആണ് കപ്പിൾ ചെയ്യുന്നത്. ദെൻ 90 ബിറ്റ് ആണ് കപ്പിൾ ചെയ്യപ്പെടുന്നത്. ഇനി എന്തായിരിക്കും ഔട്ട്പുട്ട്? ഈക്വലി ഡിവൈഡ് ചെയ്തായിരിക്കും വരിക. ഈക്വലി ഡിവൈഡ് ചെയ്ത്. എന്നാൽ ഇവിടെ എന്തായിരിക്കും ഡിഫറൻസ്? P1 ലും P2 ലും കിട്ടുന്ന മൈക്രോ സിഗ്നലിന്റെ ഫേസും സെയിം ആയി. സീറോ ഫേസ് is equal to the input phase. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ഈ EHT യുടെ. അതുകൊണ്ട് ഇതിനെ EHT എന്ന് പേര് കൊടുത്തില്ല. മറ്റവർക്ക് എന്ത് കൊടുത്തു? HT എന്ന് കൊടുത്തു, H-plane എന്ന് കൊടുത്തു, E-plane കൊടുത്തു. ഈ വലിയൊരു ഡിഫറൻസ് ഇവിടെ ഒരു എന്താ? സെമാജിക്. ഒരു പേര് എന്ത് കൊടുത്തു? രണ്ടാമത്തെ മാജിക് തന്നെ പേര് കൊടുത്തു. എന്താണ്? സെമാജിക്. ഈ മാജിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തായിരുന്നു? വളരെയധികം കാര്യങ്ങൾ മൈക്രോ ചെയ്യാൻ പറ്റുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫേസ് സ്പ്ലിറ്റിംഗ് നടത്താൻ പറ്റും, സിഗ്നൽ കമ്പൈനിങ് നടത്താൻ പറ്റും, അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് ആരും ചെയ്യാൻ പറ്റും. ഈ സിമ്പിൾ പാസീവ് ഡിവൈസ് വെച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ റഡാർ ഉണ്ട്. നമുക്കറിയാം റഡാറിൽ എന്തായിരിക്കും? റഡാറിൽ എന്തായിരിക്കും? ഡ്യൂപ്ലെക്സ് സിസ്റ്റം, ഡ്യൂപ്ലെക്സ് അല്ലേ? എന്താണ്? സെയിം ആന്റിനയാണ് എന്ത് ചെയ്യപ്പെടുക? ട്രാൻസ്മിഷനും എന്തുകൊണ്ട് അങ്ങനെ വേണ്ടി വരിക? ഡിസ്റ്റൻസ് മൈക്രോവേവ് പഠിക്കാനില്ലേ? ഉണ്ടോ? 2000 കൂട്ടിയിട്ടായിരുന്നു തന്നെയായിരുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോഴും പറഞ്ഞല്ലേ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടല്ലേ? നമ്മൾ എടുക്കലതിന്റെ പ്രശ്നം ഉണ്ടാവില്ലേ? അതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എയർപ്ലെയിനില് അത് ഡിഫൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. നോർമൽ നോർമൽ ഇതിനും യൂസ് ചെയ്യാം. എന്തിനാണ്? അതാണ് നിങ്ങളുടെ നോർമൽ എന്താണ് നോർമൽ സിസ്റ്റം പ്ലെയിനൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻ ആയിട്ട് ഡിഫൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായിരിക്കും? എന്താണ് ലൊക്കേഷൻ ഡിസ്റ്റൻസ്? ഒരു ദൂരെ ഒരു ഒബ്ജക്റ്റ്, ഒരു അൺനോൺ ഒബ്ജക്റ്റ് നിങ്ങളുടെ അന്വേഷണത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യപ്പെടണം? ഡിറ്റക്ട് ചെയ്യപ്പെടണം. മനസ്സിലായില്ലേ? അത് ഡിറ്റക്ട് ചെയ്യപ്പെടേണ്ട രണ്ട് കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യപ്പെടണം. ഏതൊക്കെയാ? ഒന്ന്, ഡിറ്റക്ട് ചെയ്യപ്പെടുക. അതാണ് ഫസ്റ്റ്. എന്താണ്? ഒരു ഒബ്ജക്റ്റ് അവിടെ വന്നാൽ ഡിറ്റക്ട് ചെയ്യപ്പെടണം. ഇനി രണ്ടാമത്തെ കേസോ? എത്ര ദൂരം? റേഞ്ച് ഡിറ്റക്ട് ചെയ്യപ്പെടണം. അപ്പൊ രണ്ട് കാര്യമുണ്ട്. ഈ രണ്ട് കാര്യം ചെയ്യുന്നതിനെ ഡിപെൻഡ് ചെയ്തിട്ടാ. ഒന്ന്, ഡിറ്റക്ഷൻ ആര് വഴിയായിരിക്കും? നിങ്ങൾ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്തു? സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക, എൻടയർ സ്കൈ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ വന്നാൽ അവിടെ എന്ത് സംഭവിക്കും? നിങ്ങൾ ഹൈപ്പർ മൈക്രോവാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റിൽ തട്ടി എന്ത് സംഭവിക്കും? റിഫ്ലക്ട് ചെയ്യും. നോർമലി ഇങ്ങനത്തെ ഒബ്ജക്ട്സ് എല്ലാം മെറ്റാലിക് ആയിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എന്തായിരിക്കും? റിഫ്ലക്ട് ചെയ്യും. സ്മോൾ പോർഷൻ ഓഫ് പവർ റിഫ്ലക്റ്റഡ് എങ്ങോട്ട് തന്നെ വരുന്നത്? സെയിം ആന്റിനയിലേക്കാണ്. എന്തുകൊണ്ടാണ്? വേറെ ആന്റിന എന്ത് പറ്റും? അവിടെ പൊസിഷണൽ എറർ വരാൻ ചാൻസ് ഉള്ളതായിരിക്കും. അതിൽ തന്നെയായിരിക്കും നിങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? അങ്ങോട്ട് പോകുന്ന പവർ, ഇങ്ങോട്ട് വരുന്ന പവർ. ഇനി ഇത് രണ്ടും ആരും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സെയിം ഫീഡ് വേവ് ഗൈഡ് കൂടെ തന്നെയാ വരാൻ പോകും. അല്ല, മനസ്സിലായില്ലേ? കയറാൻ പോകും. എന്നാൽ അതിന് എന്ത് ചെയ്യപ്പെടണം? സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങോട്ടേക്കാ? അങ്ങോട്ട് വന്ന് വെരി ഹൈ പവർ ആണ്, ഇങ്ങോട്ട് വന്ന് വെരി സ്മോൾ പവർ. അത് ആരും കൂടെ വരണം? ഈ പറഞ്ഞ മാജിക് ടീക്ക് അത് ചെയ്യാൻ പറ്റും. അതാണ് സെയിം ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അത് എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഇതിന് പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ മാജിക് ടീയുടെ ഈ രണ്ട് കാര്യങ്ങൾ. അതായത് അപ്പൊ ഞാൻ